അതെ, നമ്മളെന്നുണ്ടല്ലോ കുറച്ച് വിൻഗ ചെടികൾ, നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിലുണ്ടാവുന്നത്. ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ചെടികൾ റീപോർട്ട് ചെയ്യണം കേട്ടോ. എത്ര വെറൈറ്റി ഉണ്ട്. ഇത് വൈറ്റ്, ഇത് ഒരു റോസ് കളർ, പിന്നെ ഇത് വാടാമല്ലി കളർ, അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി, വേറെ ഇത് ഡാർക്ക്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് വേറൊരു കളറും കൂടി ഉണ്ട് ഇവിടെ അപ്പുറത്ത്. അപ്പം ഇന്ന് നമ്മൾ 6 എണ്ണമാണ് കേട്ടോ നടാൻ പോണത്. 6 കളറ്. ഓക്കെ, നമ്മൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ: ഇത് ചാണകപ്പൊടി, ഇത് കുറച്ച് കരിയില, ഇത് ചകിരിച്ചോറ്, ഇത് മണൽ, പിന്നെ അതിൻ്റെ കൂടെ ഇത് കുറച്ച് കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ചതാണ് കേട്ടോ. കപ്പലിൻ്റെ പിണ്ണാക്ക്, ഇത് വേപ്പും പിണ്ണാക്ക്, ഇത് എല്ലുപൊടി. പിന്നെ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ പൊട്ടി മിക്സ് ആക്കാം കേട്ടോ. ഇത് എല്ലാം മിക്സ് ചെയ്യണം. ഇതിൽ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചകിരിച്ചോറ് മിക്സ് ചെയ്യണം. പിന്നെ മണ്ണ് ലൂസാവാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഒരുപാട് ചകിരിച്ചോറ് ഞാൻ ചേർക്കണില്ല. വെള്ളത്തിൻ്റെ ഇത് കൂടിക്കഴിഞ്ഞാൽ ചെടിയുടെ കട ചീഞ്ഞു പോകും. ഒരു ഏകദേശം ഈ പാകത്തിന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു പിടി കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ചത്, ഒരു പിടി ഇത് വേപ്പും പിണ്ണാക്ക്, ഇത് നീമാവീരനെയൊക്കെ തടയും. ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും കാൽസ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലുപൊടി കുറച്ച് മതി. മിക്സ് ചെയ്യണം എന്നിട്ടെല്ലാം കൂടെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കരിയില കേട്ടോ. ഞാൻ നടന്ന വിധം കേട്ടോ എങ്ങനെയാണെന്ന്. കുറച്ച് കരിയില ആദ്യം. കരിയില ഗ്രഹിച്ച് അങ്ങനെ വളമായിക്കോളും. കുറച്ച് കരിയില ഉണ്ടാ. ഇനി നമുക്ക് ഫസ്റ്റ് ഇത് നടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കവറ് നനച്ച് മാറ്റി. ഇതിൽ വെള്ളമൊഴിച്ച് നനച്ചിട്ടുള്ളത് കൊണ്ട് എളുപ്പത്തിൽ പോരും. എന്നിട്ട് ഈ കട്ട ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്താണെന്നറിയോ, ഇതല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കുക. ഇതിപ്പോൾ നഴ്സറിയിലെ മണ്ണാണ്, പക്ഷെ ഇതിൽ നിറച്ച് വേരുണ്ട്, കുറച്ച് ലൂസാണ്. അതുകൊണ്ട് നമുക്കൊന്ന് പതുക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പം ഇതിൽ നിന്ന് ഒരു പിടി മണ്ണ് പിന്നെ ആദ്യം ഇടും. ഇത് ഒന്ന് അടച്ച് വെച്ച് ബാക്കിയുള്ള ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടോ. ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുത്ത് കുറച്ച് കരിയെല്ലാം കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതെല്ലാം
ഇതുപോലെ നട്ടെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ കഴിഞ്ഞിട്ട് ഇനി ഇതുണ്ടല്ലോ ഒരാഴ്ചയോളം തണലത്ത് മാറ്റി വെക്കണം. തണലത്ത് മാറ്റി വെച്ചിട്ട് വേര് പിടിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. ചെടി വാടാതെ കരിയാതെ നാമ്പൊക്കെ വരുമ്പോൾ നമുക്ക് വെയിലത്തോട്ട് മാറ്റി വെക്കാം.